അസുര പ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. ഇതെന്തു പറ്റി? ഓഫീസിൽ നിന്നും വന്ന വേദ ഹാളിൽ ഇരിക്കുന്ന മിഴിയെയും ഹരിയെയും ശ്രദ്ധിക്കാതെ നേരെ അവരുടെ റൂമിലേക്ക് കയറിപ്പോയത് കണ്ട് മിഴി ഹരിയെ നോക്കി ചോദിച്ചു. വരട്ടെ, ചോദിക്കാം. ഹരി പറഞ്ഞത് മിഴി തലയാട്ടി. ഞാൻ പോയി ചായ കൊണ്ടുവരാം ഹരിയേട്ടാ. ചേച്ചി ഇപ്പൊ വരുമല്ലോ. മിഴി പറഞ്ഞത് ഹരി ചിരിയോടെ തലയാട്ടി. മിഴി അവനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. അപ്പൊ തന്നെ ദേഷ്യത്തിൽ ബ്ലേസർ ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗത്തിൽ വരുന്ന അർജുനെ കണ്ട് ഹരിയും നെറ്റിച്ചുടിച്ചു. അവനും ആരെയും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് കയറിപ്പോയി. ഇതിപ്പോ ഏട്ടനെന്താ പറ്റിയേ? എന്നെ കണ്ടാൽ അടുത്തു വരുന്ന ആളാണ്. എന്നിട്ട് ഇന്നെന്താ? ഹരി ആലോചനയോടെ ഇരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞുപോയി. മിഴി ചായ കൊണ്ടുവന്നിട്ട് വേദയും താഴേക്ക് വന്നില്ല, അർജുനും വന്നില്ല. ഞാൻ പോയി ചേച്ചിയെ വിളിക്കാം ഹരിയേട്ടാ. എന്താ പറ്റിയെന്നറിയില്ലല്ലോ, മിഴി പറഞ്ഞുകൊണ്ട് വേദയ്ക്കരികിലേക്ക് പോയി. ഫ്രഷായി ലാപ്പും എടുത്ത് ബെഡിലിരിക്കുന്ന അവളെ കണ്ട് മിഴി അവിടേക്ക് ചെന്നു. ചേച്ചി, മിഴി വിളിച്ചതും വേദ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും ലാപ്പിലേക്ക് മുഖം പൂഴ്ത്തി. എന്തു പറ്റി ചേച്ചി? ഞങ്ങൾ അവിടെ നിന്നിട്ട് നോക്കാതെ ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ പോലും അങ്ങോട്ട് വന്നില്ല. മിഴി മടിച്ച് അവളോട് ചോദിച്ചു. ഇച്ചിരി തിരക്കുണ്ട് മിഴി, ഇത് കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. വേദ ലാപ്പിൽ നിന്നും ശ്രദ്ധ മാറ്റാതെ അവളോട് പറഞ്ഞു. മിഴി മൂളിക്കൊണ്ട് അവിടെ നിന്ന് പോയി. ചേച്ചി എന്തോ അത്യാവശ്യ ജോലിയിലാണ് ഹരിയേട്ടാ, കഴിയുമ്പോ വരാന്ന് പറഞ്ഞു. മിഴി അവളെ നോക്കി ഹരിയോട് പറഞ്ഞു. നീ ഈ ചായ അവൾക്ക് കൊണ്ടേ കൊടുക്ക്, ഞാൻ ഏട്ടനെ കണ്ടിട്ട് വരാം. എന്താ കാര്യമെന്ന് അവിടെ നിന്നറിയാം. ഹരി പറഞ്ഞുകൊണ്ട് അവനും അർജുനുള്ള ചായയുമായി പോയി. മിഴി ഒരു കപ്പ് ചായ എടുത്ത് വേദയ്ക്കും കൊടുത്ത് അവൾക്കുള്ളതുമായി ഗാർഡനിൽ ഇറങ്ങി. ഏട്ടാ! സിഗരറ്റ് വലിച്ച് പുറത്തെ ബാൽക്കണിയിൽ നിന്ന് അർജുനെ ഹരി കുറച്ച് ദേഷ്യത്തിൽ വിളിച്ചു. ഹരിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് സിഗരറ്റ് വലിക്കുന്നത്. അർജുൻ അത് നിലത്തേക്കിട്ട് ചവിട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്താ ഈ ദേഷ്യത്തിന്റെ കാരണം? ഹരി ചായ അവന് കൊടുത്തുകൊണ്ട് അവനുള്ളത് ചുണ്ടോടടിപ്പിച്ചു. ദേഷ്യം? എന്തിനാ കുഞ്ഞ? എനിക്ക് ദേഷ്യമൊന്നുമില്ല. അർജുൻ അവനിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാ സിഗരറ്റ് വലിച്ചത്? ഹരി അവനെ ചൂഴ്ന്നു നോക്കി. കുഞ്ഞാ, നീ എന്നെ ചോദ്യം ചെയ്യാനാണ് വന്നതെങ്കിൽ മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. അവൻ കുറച്ച് ഉറക്കെ തന്നെ പറഞ്ഞതും ഹരിയുടെ മുഖം മങ്ങി. അവൻ മുഖം കുനിച്ചുകൊണ്ട് തിരിഞ്ഞു പോകാൻ ഒരുങ്ങി. എന്നാൽ വിടാതെ അർജുൻ അവനെ പിടിച്ചു നിർത്തി അവന്റെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി ടേബിളിൽ വെച്ച് അവനെ എടുത്ത് സ്വിമ്മിങ്ങിൽ ഇരുത്തി. ഹരി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു. ഇപ്പോ സൈൻ ചെയ്ത പ്രൊജക്ട് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള മെയിൽ വന്നു കുഞ്ഞ. റീസൺ കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. മിസ്റ്റേക്ക് വേദയുടെ ഭാഗത്തായിരുന്നു. പ്രൊജക്റ്റിൽ വെക്കേണ്ടിയിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫയൽ അതിൽ നിന്ന് മിസ്സായി. അതാ ഞാൻ. അർജുൻ അവന്റെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ലച്ചുവിനോട് ചോദിച്ചോ? ഹരി ചോദിച്ചു. അവൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ പോലും. അവളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നഷ്ടമായത് എനിക്കോ? ബിഗ് വാല്യൂ പ്രൊജക്റ്റ് ആയിരുന്നു. അർജുൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ നല്ല ചീത്ത പറഞ്ഞല്ലേ? ഹരി അവനെ തറപ്പിച്ചു നോക്കി. നീ നോക്കണ്ട. ജോലിയിൽ വീഴ്ച വരുത്തിയാൽ അവൾ നിന്റെ ലച്ചുവാണെന്നൊന്നും ഞാൻ നോക്കില്ല. അർജുൻ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. ഓഫീസുകാരി ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അല്ല, അവരോടൊരു സെക്കൻഡ് ചാൻസ് ചോദിച്ചൂടെ? ഹരി അവന്റെ അഭിപ്രായം പറഞ്ഞു. അവർ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുഞ്ഞ. അത് പോയി. അർജുൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് റൈലിംഗിൽ പിടിച്ചു നിന്നു. നാളെ നമുക്കൊന്ന് പുറത്തു പോകണം കുഞ്ഞ, ഒരാളെ നേരിൽ കാണാൻ. അത് പറയുമ്പോൾ അർജുന്റെ മുഖം മുറുകിയിരുന്നു. സ്വരം അത്ര കടുത്തിരുന്നു. അറിഞ്ഞോ? ഹരി ചോദിച്ചു. എന്നിൽ നിന്ന് ഒളിക്കാൻ അയാൾക്ക് കഴിയില്ല. എനിക്ക് മുന്നിൽ മാളം അന്വേഷിച്ച് നടക്കുന്ന എലിയാണ് അയാൾ. ഉറപ്പായും ഒരു മാളം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഇപ്പോഴല്ല. ഈ വീക്ക് നമ്മൾ അമേരിക്കയിൽ പോയി നിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയതിനു ശേഷം. അതുവരെ ഓടട്ടെ, ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യട്ടെ. അർജുൻ വന്യമായ മുഖത്തോടെ പറഞ്ഞത് ഹരി പകയോടെ കേട്ടിരുന്നു. വീണ്ടും ഹരിയും അർജുനും ഓരോന്ന് സംസാരിച്ചിരുന്നപ്പോഴാണ് വേദ അങ്ങോട്ട് വന്നത്. കയ്യിൽ ലാപ്പുണ്ട്. വേദ ലാപ്പ് ടേബിളിൽ വെച്ച് അവന്റെ കവിളിലൊന്ന് പിച്ചി. പിന്നെ അർജുനെ നോക്കി. ആ പ്രൊജക്ട് ഓക്കെ ആയിട്ടുണ്ട്, അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ലാപ്പ് അവന്റെ നേരെ തിരിച്ചു വെച്ചു. അർജുൻ ആ ലാപ്പ് എടുത്തു നോക്കി ചെക്ക് ചെയ്തുകൊണ്ട് അവിടെ വെച്ച് അവളെ ഒന്ന് നോക്കി അമർത്തി മൂളി. ഫ്രീ ആയെങ്കിൽ താഴേക്ക് വാ ശ്രീ. വേദ അതും പറഞ്ഞുകൊണ്ട് ലാപ്പ് എടുത്ത് താഴേക്ക് പോയി. അർജുൻ അവൾ പോകുന്നത് ചിരിയോട് നോക്കിക്കൊണ്ട് ഹരിയെ നോക്കിയത് അവൻ പിരിവും പൊക്കി എന്തെന്ന് കാണിച്ചു. അർജുൻ അവനെ നോക്കാതെ ഹരിയെ എടുത്ത് വീൽ ചെയറിലിരുത്തി. ചെല്ലി, അർജുൻ പറഞ്ഞതും ഹരി അവന്റെ മുഖം താഴ്ത്തി ആ കവളിലൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് അവിടെ നിന്നും പോയി. ലച്ചുവേ! ഹാളിൽ മിഴിയോട് കാര്യം പറഞ്ഞിരിക്കുന്ന വേദയെ കണ്ട് ഹരി ഒരു താളത്തിൽ വിളിച്ചു. ലച്ചു അവനെ നോക്കി ഇളിച്ചു കാണിച്ചു. ഇന്ന് കാര്യമായിട്ട് ഏട്ടൻ വേണ്ടിയ ലക്ഷണം ഉണ്ടല്ലോ ആ മുഖത്ത്.
ഹരി അവളെ ടീസ് ചെയ്ത് സംസാരിച്ചത്. വേദ അവനെ കണ്ണുകുറിപ്പിച്ച് നോക്കി. പിന്നെ ചുണ്ടുകൂട്ടിക്കൊണ്ട് മിഴിയെ നോക്കി കണ്ണു ചിമ്മി. ഓ, വയറ് നിറച്ച് ഏട്ടന്റെ കയ്യിൽ നിന്ന് സരസ്വതി കേട്ടിടും. ജാട നോക്ക്, ഹരി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ ഒരു കൊട്ട കൊടുത്തു. ഇതൊക്കെ ചെറുത്, ആദ്യത്തെ പോലെ ആയിരുന്നേലേ ഇങ്ങനെ ആവില്ലായിരുന്നു കിട്ടുന്നത്, വേദ പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണ് അവനിൽ നിന്നും മാറ്റി. പോട്ടെ, ഞാൻ വെറുതെ നിന്നെ ചൂടാക്കാൻ. സാരമില്ല, അതൊക്കെ ഓക്കെ ആയില്ലേ, ഹരി അവളെ മനസ്സിലാക്കി കൊണ്ടുവരുന്നു. വേദ അവനെ നോക്കി കണ്ണ് ചിമ്മിച്ചിരിച്ചു. പിന്നീട് 3 പേരും കൂടിയായി സംസാരം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടേക്കൊരു കാറ് വന്നു നിന്നത്. ഇതാരെ ഈ സമയത്ത്, ഹരി ചോദിച്ചതും മിഴി എഴുന്നേറ്റിരുന്നു. മിഴി പോയി ഡോർ തുറന്നതും അവരകത്തേക്ക് കയറി. ഹാ, ആരാ ഇതൊക്കെ? വസിഷ്ഠ കുടുംബമായിരുന്നോ? എന്തേ പതിവില്ലാതെ, ഹരി ആളെ കണ്ട് ചോദിച്ചതും വേദ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർക്കൊപ്പം വരുന്ന പെൺകുട്ടിയെ നോക്കി. ഒരുപാട് ഞാക്കല്ലേ മോനെ ഹരിക്കുട്ട, എന്റെ നിന്നും തിരിച്ചും കിട്ടും, കശ്യപ് വസിഷ്ഠ പറഞ്ഞുകൊണ്ട് അവരിരുന്നതിന്റെ അടുത്ത സോഫയിലിരുന്നു. അവർക്കടുത്തായി മായയും അവർക്കൊപ്പം വന്ന പെൺകുട്ടിയും ഇരുന്നു. മിഴി അപ്പോഴേ കിച്ചണിലേക്ക് പോയി. എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വേദയും കിച്ചണിലേക്ക് പോയത്. ഹരി അവരുമായി സംസാരിച്ചു തുടങ്ങി. എന്താ മായമ്മേ വിശേഷിച്ച്? ഹരി കശ്യപ് ഒന്നും വിട്ടു പറയുന്നില്ലെന്ന് കണ്ട് അവരോട് ചോദിച്ചു. വെറുതെ, പിന്നെ കുറെ ആയില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്, അർജുനെയും കണ്ടിട്ട് ഒരുപാടായി, മായമ്മ ചിരിയോടെ പറഞ്ഞത്. ഹരി ചിരിച്ചുകൊണ്ട് കശ്യപിനെ നോക്കി ചുണ്ടുകൂട്ടി. ലച്ചു, ഹരി കിച്ചണിൽ നോക്കി വിളിച്ചു. എന്താ ശ്രീ? വേദ ചായയും കൊണ്ടുവന്ന് ചോദിച്ചു. ഏട്ടനെ ഒന്ന് വിളിക്ക്, ഗുരുവിന് ശിഷ്യനെ കാണണമെന്ന്, ഹരി കശ്യപിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അയാൾ അവനെ നോക്കി വേദ ചായ അവർക്ക് കൊടുത്ത് ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. ഡീനാമ്പേച്ചി സുഖല്ലേ, ഹരി ആ പെൺകുട്ടിയോട് ചോദിച്ചു. ഫൈൻ ഹരി, നിനക്കോ? അവൾ തിരികെ ചോദിച്ചു. എനിക്കെന്താ, ഇങ്ങനെയൊക്കെ തന്നെ. നീ എന്ന് ലാൻഡ് ചെയ്തു കാനഡയിൽ നിന്ന്, ഹരി പറഞ്ഞുകൊണ്ട് ചോദിച്ചു. 2 ദിവസമായി, അവൾ പറഞ്ഞുകൊണ്ട് ചായ കുടിച്ചപ്പോഴേക്കും മിഴി സ്നാക്സും കൊണ്ട് വന്നു. സുഖമല്ലേ മിഴി, മായ അവളോട് ചോദിച്ചു. സുഖം മായാമ്മേ. മായാമ്മക്കോ, മിഴി ചോദിച്ചുകൊണ്ട് ഹരിക്കുള്ള ബ്ലാക്ക് ടീ കൊടുത്തു. സുഖം മോളെ, അവർ പറഞ്ഞു. ദേവേട്ടാ, മുറിയിൽ ലാപ്പിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നവന് അവൾ വന്നു വിളിച്ചു. അർജുൻ അവളെ ഒന്ന് നോക്കി. താഴെ ഗസ്റ്റ് ഉണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു ശ്രീ. അവൻ മിണ്ടില്ലെന്ന് കണ്ട് അവൾ കാര്യം പറഞ്ഞു. അർജുനൊന്ന് മൂളിക്കൊണ്ട് ലാപ്പ് മടക്കി വെച്ചത് വേദ പുറത്തേക്ക് നടന്നു. വേദ, അർജുൻ വാതിലിലെത്തി അവളെ വിളിച്ചു. വേദ അവനെ തിരിഞ്ഞു നോക്കി. കോൾ മീ അർജുൻ ഓർ ദേവ്, ഓക്കെ, അവൻ പറഞ്ഞതും വേദ മുഖം കുനിച്ചു തലയാട്ടി. അർജുൻ അവളെ കടന്ന് താഴേക്ക് പോയതും വേദ പിന്നാലെ ചെന്നു. അർജുൻ, ബിസി ആയിരുന്നോ നീ? അർജുനെ കണ്ട് കശ്യപ് അവനോട് ചോദിച്ചു. നോ ചെറിയച്ച, അർജുൻ മുഖത്തൊരു പുഞ്ചിരി വിടർത്തി അയാൾക്കപ്പുറമുള്ള സോഫയിലിരുന്നു. ശ്രദ്ധ, നീ എപ്പോ വന്നു? അർജുൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു. 2 ദിവസമായി അർജുൻ, അവൾ ചിരിയോടെ അവനോട് പറഞ്ഞു. വീണ്ടും ചെറിയ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഹരിയുടെ കാര്യം അർജുൻ തന്നെ അവരെ അറിയിച്ചു. അപ്പൊ ഉടനെ പോകുമല്ലേ, മായ ചോദിച്ചതിന് അർജുൻ തലയാട്ടി. ആ പെണ്ണാരാ മിഴി, വേദ മിഴിയോട് ചോദിച്ചു. മായമ്മയുടെ മോളാ, കാനഡയിലായിരുന്നു 2 ദിവസമായിട്ട്. ശ്രദ്ധ ചേച്ചി പറഞ്ഞോണ്ടായിരിക്കും എല്ലാരും കൂടി വന്നത്. ചേച്ചിക്ക് ഏട്ടന് വലിയ കാര്യമാ, ഹരിയേട്ടനും ചേച്ചിയും അടിയാണേലും കൂട്ടാ, മിഴി അവളോട് തിരികെ മറുപടി പറഞ്ഞു. അപ്പൊ നിന്നോടോ? വന്നിട്ട് ആ പെണ്ണ് നിന്നോട് മിണ്ടുന്നത് കണ്ടില്ലല്ലോ, വേദ അവളോട് ചോദിച്ചത്. മിഴി അവളെ നോക്കി കണ്ണു ചിമ്മി. ഞാൻ ആ ചേച്ചിയുടെ അത്ര പഠിപ്പൊന്നുമില്ലല്ലോ, കാണാനും ചേച്ചിയേക്കാൾ മോശമാ, ഞാൻ മിണ്ടിയാൽ ഇഷ്ടാവില്ല, മിഴി എന്തോ ഓർമ്മയിൽ പറഞ്ഞു. അങ്ങനെയാണോ? അല്ല, അവള് നിന്നോട് ഇതൊക്കെ പറഞ്ഞോ, വേദ അവളോട് ചോദിച്ചതും മിഴി അവളിൽ നിന്നും നോട്ടം മാറ്റി. നീ വന്നേ ചോദിക്കട്ടെ, വേദ മറുപടി വരും മുന്നേ അവളെയും കൂട്ടി കിച്ചൺ വഴി പിന്നിലേക്ക് പോയി. ചേച്ചി, അവർക്ക് എന്തേലും ആവശ്യം വന്നാൽ എന്തു ചെയ്യും? ചേച്ചി വാ, നമുക്ക് പിന്നെ സംസാരിക്കാം, മിഴി അവളോട് പറഞ്ഞു. പറയും, എന്താ കാര്യം? വേദ അത് മൈൻഡ് ചെയ്യാതെ അവളോട് ചോദിച്ചു. ചേച്ചി, അതൊക്കെ കഴിഞ്ഞതല്ലേ, വാ, മിഴി പറയാതെ അവളിൽ നിന്നും പിന്നിലേക്ക് നീങ്ങി. നീ പറയുന്നുണ്ടോ ഇല്ലയോ, വേദ അവളോട് ചോദിച്ചത്. വേറെ വഴികളില്ലാതെ അവൾ പറഞ്ഞു. വേദു, അമ്മയും അച്ഛനും മരിച്ച സമയം അടക്കവും ചടങ്ങുമെല്ലാം കശ്യപ് അങ്കിളാണ് നടത്തിയത്, അതും അവരുടെ വീട്ടിൽ വെച്ച്. അന്ന് ഹരിയേട്ടൻ ജീവനോടെ കിട്ടിയതുകൊണ്ട് ഏട്ടൻ ഹരിയേട്ടനൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. ചടങ്ങിന് ഞാനും ഏട്ടനുമായിരുന്നു ഉണ്ടായിരുന്നത്. ചടങ്ങ് കഴിഞ്ഞ് എന്നെ അവിടെയാക്കി ഹരിയേട്ടൻ ഹോസ്പിറ്റലിലേക്കും പോയി. മരണം കഴിഞ്ഞ് 2 മാസത്തോളം ഞാൻ അവിടെയായിരുന്നു. 41ന്റെ ചടങ്ങിന് ശ്രദ്ധ ചേച്ചിയുടെ കസിൻസും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ആദ്യമേ ചേച്ചി എന്നോട് മിണ്ടില്ലായിരുന്നു. എല്ലാം ആലോചിച്ച് വിഷമത്തിലായതുകൊണ്ട് ഞാനും അങ്ങോട്ട് മിണ്ടാൻ പോയില്ല. അങ്ങനെ ചടങ്ങിന്റെ അന്ന്
ചേച്ചിയുടെ ഫ്രണ്ട്സിന് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചി എന്നെ വിളിച്ചു. അന്നും മായാമ്മയും വസിയങ്ങളും ഒക്കെ പറഞ്ഞു സർവൻസിനെ കൊണ്ട് ചെയ്യിക്കാൻ. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഞാനും സർവൻ്റ് ആണെന്നാ. അങ്ങനെയല്ല, എന്നെ അനിയത്തിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ കണ്ടാൽ മതിയെന്ന് അങ്കിൾ പറഞ്ഞിട്ടും ചേച്ചി കേട്ടില്ല. ചേച്ചിയുടെ ഫ്രണ്ട് ആകാനുള്ള യോഗ്യത എനിക്കില്ലെന്നും ഞാൻ പട്ടിക്കാട്ടുകാരിയാണെന്നും പറഞ്ഞു എന്നെ അവർ കൂഞ്ഞിൽ അപമാനിച്ചു. അതിനുശേഷം ഞാൻ പിറ്റേന്ന് തന്നെ തിരികെ വന്നു ഇവിടേക്ക്. ശ്രദ്ധ ചേച്ചിയെ കണ്ടാൽ പിന്നെ ഞാൻ അടുത്തേക്ക് പോകില്ല, മിണ്ടുകയുമില്ല. ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല. മിഴി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ മുഖം കുനിച്ചു. ഓ, ഹൈ ക്ലാസ് ആണല്ലേ. അവസരം കിട്ടും, നമുക്കും പണി കൊടുക്കാം. അല്ല, നീ ഇത് ശ്രീയോട് പറഞ്ഞോ? വേദ അവളോട് ചോദിച്ചു. മിഴിയില്ലെന്ന് തലയാട്ടി. ഞാനിതറിഞ്ഞിരുന്നേൽ ശ്രദ്ധ ഇവിടെ കയറിയിരിക്കില്ലായിരുന്നു ലച്ചു. അവരുടെ സംസാരം കേട്ട് ഹരി വിളിച്ചു പറഞ്ഞു. മിഴിയും വേദയും അവനെ കണ്ട് ഞെട്ടി. ഹരിയേട്ടാ. മിഴി വേഗം അവന്റെ അടുത്ത് ചെന്നു. മിണ്ടരുത് മിഴി, എന്നോടൊരു വാക്ക് ഇനി നീ മിണ്ടരുത്. ലച്ചു, നീ വാ, നിന്നെ മായാമ തിരക്കി. ഹരി പറഞ്ഞുകൊണ്ട് തിരികെ പോയി. സാരമില്ല, അവന് വിഷമം വന്നിട്ടാ. നീ വാ. വേദ മിഴിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവർ ചെല്ലുമ്പോൾ കശ്യപും അർജുനും അവിടെ ഇല്ലായിരുന്നു. മായമ്മയും ശ്രദ്ധയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോയതാ ലച്ചു മോളെ? മിഴി, എവിടെയായിരുന്നു രണ്ടാളും? മായമ്മ അവരെ കണ്ടു ചോദിച്ചു. ഞങ്ങൾ കിച്ചണിലുണ്ടായിരുന്നു മായാണ്ടി, വേദ പറഞ്ഞു. ശ്രദ്ധ വേദയെയും മിഴിയെയും പുച്ഛത്തോടെ നോക്കി കയ്യിൽ ഫോണിൽ നോക്കിയ ശ്രദ്ധയെ ഹരി കടുപ്പിച്ചു വിളിച്ചു. എന്താ ഹരി? ശ്രദ്ധ അവനെ നോക്കി ചോദിച്ചു. മായമ്മയും അവനെ നോക്കുന്നുണ്ട്. വേദയാണെ അവൾക്ക് ഇപ്പൊ കിട്ടും എന്ന പോലെ നോക്കിയപ്പോ മിഴി പേടിയോടെ ഹരിയെ നോക്കി. ഹരിക്ക് അത്രയും ദേഷ്യവും വിഷമവും വരുമ്പോൾ മാത്രമാണ് അവന്റെ ശബ്ദത്തിൽ ഗൗരവം നിറയുന്നതും ഉയരുന്നതും. നീ എന്തേ മിഴിയോടും ലച്ചുവിനോടും മിണ്ടാത്തത്? ഹരി അവളോട് ചോദിച്ചു. ഞാൻ എന്ത് മിണ്ടാനാ അവരോട്? എന്തേലും ചോദിക്കാമെന്ന് കരുതിയ അറിഞ്ഞു ചെയ്യുന്നുണ്ടല്ലോ അവര്. പിന്നെ ഞാൻ എന്ത് മിണ്ടാൻ? ശ്രദ്ധ ഹരിയിൽ നിന്നും നോട്ടം മാറ്റി മിഴിയെ പുച്ഛത്തോടെ നോക്കി പറഞ്ഞു. ശ്രദ്ധ! ഹരി ദേഷ്യം കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു. ശ്രദ്ധയും മമ്മിയും ഞെട്ടിപ്പോയി അവന്റെ ആ വിളിയിൽ. ഇവരാരാണെന്ന് നിനക്കറിയോ ശ്രദ്ധ? ഹരി അവളോട് ചോദിച്ചു. മോനെ ഹരി, നീ എന്തിനാ ഈ ദേഷ്യപ്പെടുന്നത്? മായ പ്രശ്നമാകുമെന്ന് കരുതി ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാൻ ശ്രദ്ധയോടാണ് മായമ്മ സംസാരിക്കുന്നത്. മായമ്മ ഇടയ്ക്ക് കയറരുത്, ഹരി ഒരു താക്കീരെന്ന പോലെ പറഞ്ഞു. അതോടെ മായ മിണ്ടാതിരുന്നു. പറയ്, നിനക്കറിയോ ഇവരിവിടുത്തെ ആരാണെന്ന്? ഹരി വീണ്ടും അവളോട് ചോദിച്ചു. നീ എന്തിനാ ഹരി ഇങ്ങനെ ചൂടാവുന്നേ? ശ്രദ്ധ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ചോദിച്ചതിന് മറുപടി പറഞ്ഞി. ഹരി ദേഷ്യം കൊണ്ട് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചത് ശ്രദ്ധ ഒന്ന് ഭയന്നു. ആദ്യം നോക്കി നിന്നെങ്കിലും ഹരിയുടെ ദേഷ്യം കൂടിയത് കണ്ട് വേദയും ഒന്ന് ഞെട്ടി. ശ്രീ! ഹരിയേട്ടാ! മിഴിയും വേദയും അവനെ ഒന്നിച്ചു വിളിച്ചു. ഹരി ഇരുവരെയും ഒന്ന് നോക്കിയതും അവരൊന്നും മിണ്ടിയില്ല. അറിയാൻ എന്തിരിക്കുന്നു ഹരി? ഇത് വേദ, അർജുന്റെ PA. മറ്റേത് ഇവിടുത്തെ വേദു ആന്റിയുടെ വളർത്തുപുത്രി, പ്ലസ് ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന സെർവന്റ്. ശ്രദ്ധ പറഞ്ഞു കഴിയും മുന്നേ ഹരിയുടെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി ഹരിയുടെ ആ പ്രവൃത്തിയിൽ. നിനക്ക് തെറ്റി ശ്രദ്ധ. ഈ നിൽക്കുന്ന വേദലക്ഷ്മി എന്റെ ലച്ചു, ഈ വീടിന്റെ മൂത്ത മരുമകളാണ്. മിഴി അവൾ രണ്ടാമത്തെയും. അതായത് നീ പറഞ്ഞില്ലേ എന്റെ സെർവന്റ്, അവൾ ഈ ഹരിയുടെ പ്രണയമാണെന്നർത്ഥം. എന്റെ പാതി ഇവിടെ ഇരിക്കാൻ നിന്നെക്കാളും യോഗ്യതയും അവകാശമുള്ളവരാണ് ഇവർ രണ്ടുപേരും. മനസ്സിലായോ നിനക്ക്? ഹരി ദേഷ്യം കൊണ്ട് വിറച്ചതും ശ്രദ്ധ അറിയാതെ തലയാട്ടിപ്പോയി. ഇനി പരിഹാസത്തോടെയോ പുച്ഛത്തോടെയോ നിന്റെ കണ്ണൂർ ഇരുവരുടെ മേൽ വീഴരുത്. ഈ വീട്ടിൽ എനിക്കും ഏട്ടനുമുള്ള അതേ അവകാശം ഇവർക്കുമുണ്ട്. നീ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും റെസ്പെക്റ്റും ഇനി ഇവരോടും ഉണ്ടായിരിക്കണം, കേട്ടോ? ഹരി വീണ്ടും പറഞ്ഞതും അവളെ അടിച്ചത് കൂടിയായപ്പോൾ ശ്രദ്ധയ്ക്ക് അത് അപമാനമായി. പ്രത്യേകിച്ച് വേദയ്ക്കും മിഴിക്കും മുന്നിൽ വെച്ചായപ്പോൾ. അവൾ ആരെയും നോക്കാതെ എഴുന്നേറ്റ് മായാമ്മയെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി. മായാമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, അവൾക്കത് വേണമായിരുന്നു, ഹരി മുഖം കുനിച്ച് അവരോട് പറഞ്ഞു. സാരമില്ല ഹരിക്കുട്ട, എല്ലാത്തിലും വിജയിച്ച് ഞങ്ങൾ. മകളെ വളർത്തുന്നതിനും അവൾക്ക് നല്ല സ്വഭാവം നേടിക്കൊടുക്കുന്നതിനും തോറ്റുപോയി. പലപ്പോഴും അവളുടെ പ്രവൃത്തിയും വാക്കുകളും തിരുത്താനായി കൈപൊക്കിയിട്ടുണ്ട്. പക്ഷെ ജനിച്ച അന്നു മുതൽ ഇന്ന് വരെ നുള്ളി പോലും നോവിക്കാതെ വളർത്തിയതുകൊണ്ട് അതും കഴിഞ്ഞില്ല. നീ ഇപ്പോ കൊടുത്തത് ഞങ്ങൾ മുമ്പേ കൊടുക്കേണ്ടതായിരുന്നു. മായ അവന്റെ കയ്യിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. മായേ! അവർ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കശ്യപ് അവിടേക്ക് വന്നു. അർജുനും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇറങ്ങാം. മായ അയാളെ നിറകണ്ണുകളോടെ നോക്കിയത് അയാൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ ഹരിയെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി അവരെയും ചേർത്ത് പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി. അവർ പോയി കഴിഞ്ഞതും അർജുൻ എല്ലാവരെയും ഒന്ന് നോക്കി. കുഞ്ഞാ,
മുഖം കുനിച്ചിരിക്കുന്ന അവനെ അർജുൻ വിളിച്ചു. ഹരി അവനെ നോക്കിയതും അർജുൻ അവനെയും കൂട്ടി മുകളിലേക്ക് പോയി. ചേച്ചി! മിഴി അവർ പോകുന്നതും നോക്കി നിൽക്കുന്ന വേദയെ വിളിച്ചു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓട്ടെ, കുറച്ചു കഴിഞ്ഞ് അവനോട് സംസാരിക്കാം. നീ വാ. വേദ അവളോട് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അവിടെ നിന്നും മുകളിലേക്ക് പോയി. കുഞ്ഞാ, ഏട്ടാ, സോറി. അവരെയൊന്നും അപമാനിക്കുന്നതിനോ വിഷമിപ്പിക്കുന്നതിനോ അല്ല ഒന്നും അങ്ങനെ ചെയ്തത്. ശ്രദ്ധ അവൾ ചോദിച്ചു വാങ്ങിയതാ. അർജുൻ വിളിച്ചു കഴിയും മുന്നേ ഹരി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, നീ ടെൻഷൻ ആവാതെ. ചെറിയച്ഛന് മനസ്സിലാകും. അർജുൻ പറഞ്ഞതും ഹരി തലയാട്ടി. നീ റെസ്റ്റ് എടുക്ക്, എനിക്ക് കുറച്ച് മെയിൽസ് ചെക്ക് ചെയ്യാനുണ്ട്. അർജുൻ പറഞ്ഞുകൊണ്ട് അവനെ ബെഡിലെടുത്ത് കിടത്തി. പുതച്ചുകൊണ്ട് നെറ്റിയിലൊന്ന് മുത്തി പുറത്തേക്ക് പോയി. വേദ! ഹരിയുടെ റൂമിൽ നിന്നിറങ്ങി അർജുൻ നേരെ പോയത് വേദയുടെ അടുത്തേക്കായിരുന്നു. വേദയും മിഴി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. മറ്റന്നാൾ ഞാനും ഹരിയും അമേരിക്കയിലേക്ക് പോകും. സോ നാളെ മുതൽ കമ്പനി ഹാൻഡിൽ ചെയ്യണം. ഇതിൽ ഇനിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അർജുൻ അത് അവളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞത് മറ്റന്നാൾ ഹരിയെ കൊണ്ടുപോകുമെന്ന വാക്ക് വേദയിലും മിഴിയിലും ഒരുപോലെ ഞെട്ടലുണ്ടാക്കി. വേദ യാന്ത്രികമായി തലയാട്ടിക്കൊണ്ട് ആ ഫയൽ വാങ്ങി. ഏട്ടാ! അവൻ പുറത്തേക്ക് നടന്നത് മിഴി അവനെ വിളിച്ചു. അർജുൻ തിരിഞ്ഞവളെ നോക്കി. ഇത്ര പെട്ടെന്ന് ഹരിയേട്ടൻ അമേരിക്കയിലേക്ക്? മിഴി അവന്റെ നോട്ടം കണ്ട് പേടിച്ച് ചോദിച്ചു. ഞാനൊന്നും വെച്ച് വൈകിക്കാറില്ല മിഴി. നാളെ രാവിലെ റെഡി ആയിരിക്കണം മിഴി. നാളെ മുതൽ നമ്മുടെ കോളേജിൽ നീ ജോയിൻ ചെയ്യും. പാതി വഴിയിൽ മുടങ്ങിയ നിന്റെ PG വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അർജുൻ അവളോട് പറഞ്ഞു. ഏട്ടാ, എനിക്കറിയില്ല. മിഴി ഞെട്ടലോടെയും വെപ്രാളത്തോടെയും ചോദിച്ചു. മിഴി, ഇന്ന് ശ്രദ്ധയാണ് നിന്നെ അഭിമാനിച്ചതെങ്കിൽ അതിനവസരം ഉണ്ടാക്കി കൊടുത്തത് നീയാണ്. നീ എല്ലാവരിൽ നിന്നും പിന്നിലേക്ക് വലിഞ്ഞു. ഈ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയാൽ നിന്നെ, ഈ വീടുമായി നിനക്കുള്ള ബന്ധം അറിയാത്തവർ എല്ലാം ശ്രദ്ധ നിന്നെ കണ്ടതുപോലെ സെർവന്റായി മാത്രമേ കാണൂ. ഇനി പക്ഷെ അങ്ങനെ ആവരുത്. നീ എന്താണെന്ന് നീയാണ് തെളിയിക്കേണ്ടത്. നിന്റെ സ്ഥാനം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും നീയാണ്, അല്ലാതെ കുഞ്ഞനല്ല. സോ നാളെ റെഡിയായി നിൽക്കണം. അർജുൻ പറഞ്ഞതും മിഴിമുഖം കുനിച്ചുകൊണ്ട് തന്റെ തലയാട്ടി. അവളുടെ തലയിലൊന്ന് തലയൊടി അർജുൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചേച്ചി, എനിക്ക് വേണ്ട. ചേച്ചി ഏട്ടനോടൊന്ന് പറയുമോ? മിഴി വേദയുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. ആ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മിഴി. കാരണം തീരുമാനം അർജുൻ ദേവിന്റെയാണ്. വേദയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും. വേദ പറഞ്ഞുകൊണ്ട് ആ ഫയൽ കബോർഡിൽ വെച്ച് പൂട്ടി. മിഴി അപ്പോഴും അർജുൻ പറഞ്ഞത് കേട്ട് തരിച്ചു നിന്നു. തുടരും.